ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിമുക്കില്ലേ, എറണാകുളം പള്ളിമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നേരെ പാരലൽ ഒരു റോഡുണ്ട്, ഓൾഡ് തേവര റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഷിപ്പ് യാർഡിൽ നിന്ന് ഇപ്പം മെയിൻ ബസ്സൊക്കെ പോകുന്ന റൂട്ട്. ഇവിടെ നമ്മുടെ കപ്പ ടി വി പോലെ തന്നെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, കപ്പ ക്ലബ്ബ്. ഇന്ന് നമ്മൾ ആ കപ്പ ക്ലബ്ബിലോട്ടാണ് പോകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അജന്ത റെസിഡൻസി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്നത് അജന്ത റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ കപ്പ ക്ലബ്ബ്. ശരിക്കും എന്താ അത് കപ്പ ക്ലബ്ബാണോ റെസ്റ്റോറൻ്റ് ആണോ ബാക്കിയെല്ലാം നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് അറിയാം. എന്തെങ്കിലും ഉണ്ടാവുമെന്തോ അല്ലേ? കയറാൻ പോയോ? ഇതാണ് നമ്മുടെ അജന്ത റെജൻസിയുടെ ലോബി. നമുക്ക് ഇവിടെ ലോബി കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു വഴിയുണ്ട്, അതുവഴിയും പോവാം. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തൊട്ട് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വഴിയുണ്ട്, അതിലേയും പോവാം. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ കപ്പ ക്ലബ്ബ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു രീതിയിൽ സിംപ്ലി നാടിനായിട്ടുള്ളൊരു സെറ്റപ്പ് അല്ല, ഇത്തിരി പോഷാണ്. പക്ഷേ എന്നാലും ബാക്കി റെഗുലേഴ്സ് ഉണ്ടെങ്കിലും കപ്പ ബേസ്ഡ് കുറേ സ്പെഷ്യാലിറ്റീസാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിൽ ഇതിൻ്റെ മാനേജിങ് പാർട്ട്ണറായ ഐസക് സാറിനോട് അതിനകത്ത് ചോദിച്ചറിയാം. സർ, വിഷ്ണു. ഹായ്, വെൽക്കം. സർ, എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കപ്പ ക്ലബ്ബ് എന്നുള്ള പേരിടാൻ കാര്യം, ഇപ്പോൾ എല്ലാവരും ഹോട്ടൽസിന് പേരിടുന്നത് അല്ല റെസ്റ്റോറൻറ്റ്സിന് പേരിടുന്നത് ട്രെൻഡി നെയിമാണ് ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ വന്ന് ട്രെൻഡി ആയി. ശരിക്കും പറഞ്ഞാൽ ട്രെൻഡിയാണ് കപ്പ. ശരിക്കും പേര് കപ്പ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഇപ്പം ട്രെൻഡിയാണല്ലോ നമ്മുടെ ചാനൽ ഉൾപ്പെടെ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും നമ്മുടെ എത്ര നാളായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 2 മാസം ആവുന്നത്. സെപ്റ്റംബർ 9-നാണ് ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്ത്. ആരൊക്കെ കൂടിയാണ്? സാറും പിന്നെ എൻ്റെ 2 ബ്രദേഴ്സും നെഫ്യൂസ്. അപ്പോൾ ബ്രദേഴ്സും നെഫ്യൂസും എല്ലാവരോടും കൂടിയിട്ടാണ് ശരിക്കും പാർട്ണർഷിപ്പിൽ ചെയ്തല്ലേ? ശരി, നമ്മുടെ ഈ അജന്ത റെജൻസി ആയിട്ട് എന്താ ശരിക്കും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എടുക്കാൻ കാര്യം? അജന്ത റീജൻസി ഓണർ ഞങ്ങളുടെ വളരെ ക്ലോസ് സുഹൃത്താണ്. 25 വർഷമായിട്ട് അറിയുന്ന ആളാണ്. ഞങ്ങളിപ്പോൾ ഇത് ഹോട്ടലിൽ മൊത്തമായിട്ട് ലീസിലെടുത്ത്. മൊത്തമായിട്ട് ലീസ് എടുത്തേക്കാണ്. മൊത്തമായിട്ട് ഈ ഹോട്ടൽ അജന്ത റെജൻസി ലീസിലെടുത്തിട്ട് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് കപ്പ ക്ലബ്ബ് എന്ന പേരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കുക. ശരി, നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് കപ്പയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ കൂന്തലിൽ നിറച്ചത്. അതെ. അപ്പോൾ കപ്പ കേട്ടിട്ടില്ല ഇതുവരെ. സീ ഫുഡ് എല്ലാം വെച്ച് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് കപ്പ കൂന്തലിൽ നിറച്ച് അത് ഫ്രൈ ചെയ്ത് അതിനകത്തൊരു. പിന്നെ അടുത്തത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പ വിത്ത് വയനാടൻ ബീഫ് ഫ്രൈ. അതൊരു സ്പെഷ്യാലിറ്റിയാണ് ശരിക്കും പറഞ്ഞ വയനാടൻ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ വേറെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഒക്കെ വായിലോട്ട് ഇപ്പോഴേ വരുന്നു. ബാക്കി എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വൈകണ്ട. ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ? വീണതെല്ലാം കൂടി. ഇത് നമ്മുടെ ഷാജു. ഇത് ഷാജു ഷെഫാണ് നമുക്ക് ഇന്ന് നമ്മുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടായി തരാൻ. എന്തായാലും വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യാലോ സർ? ഇപ്പൊ ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറാം. ഇതിൽ കൂടെ കിടക്കുവോ? ബാക്കി ഞങ്ങൾ ശരി സർ, നമുക്ക് എന്തായാലും കഴിക്കാൻ നേരത്തെ കാണാം. താങ്ക് യു. ബാക്കി ഞങ്ങൾ ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഷെഫിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മൾ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ആദ്യം എന്താണ് ഷെഫേ നമ്മൾ വയനാടൻ ബീഫ് ഫ്രൈ. ശരിക്കും വയനാടൻ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ ശരിക്കും? നമുക്ക് നമ്മുടെ മസാലയിലുള്ള ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മുടെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൊമാറ്റോ, തക്കാളി നന്നായിട്ട് പേസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് പൊടിച്ചത്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഷെഫ് ഇത് എവിടെ നിന്നാണ് പഠിച്ചത് ശരിക്കും? വയനാട്ടിൽ പോയി പഠിച്ചതല്ല, വയനാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പലരും കേൾക്കുന്ന അഭിപ്രായങ്ങളുണ്ടല്ലോ, അവർ ഓരോരുത്തർ പറഞ്ഞു കേട്ടുള്ള അതിൽ നിന്ന് ഇങ്ങനെ അല്ല പഠിച്ചതാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കാം, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എത്തിച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചു, ചൂടായിട്ടുണ്ട്. ചൂടായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടുന്നുണ്ട്, പൊട്ടിക്കോട്ടെ. പിന്നെ വറ്റൽമുളക്, വേപ്പില, കോക്കനട്ട് ഇടുന്നില്ല നമ്മൾ. നല്ല എന്താ പറയുക, നമ്മുടെ തേങ്ങ ഇങ്ങനെ നൈസായിട്ട് കൊത്തിയെടുത്തത് അതും കൂടി ആ എണ്ണയിലിട്ട് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കണം.
മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങ നന്നായിട്ട് മൂക്കണം, എന്നാലാണ് അതിൻ്റെ അതിനകത്തേക്ക് നമ്മൾ ഗാർലിക്ക്, വെളുത്തുള്ളി, ജിഞ്ചർ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ നമ്മുടെ ചുവന്നുള്ളി ചതച്ചത്. ഇത് ചുവന്നുള്ളി ചതച്ചാണ് മാത്രം. ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് എല്ലാം കൂടി നന്നായിട്ട് നല്ല എണ്ണയിൽ ഇതാവണം. എൻ്റെ ശരിക്കും മണം കിട്ടുന്നില്ല. ഷെഫ് ശരിക്കും മെയിൻ എന്താ ചെയ്യുന്നത്? ഏതിലാണ്? ഇന്ത്യൻ ആണോ സൗത്ത് ഇന്ത്യൻ ആണോ? സൗത്ത് ഇന്ത്യൻ ഫുഡിൽ തന്നെയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് ഷാജു ഷെഫ് അല്ലേ? ആ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റണം അല്ലേ? ശരിക്കും നമ്മുടെ പച്ചമുളകൊക്കെ ശരിക്കും നല്ല ക്രിസ്പി ഡാർക്ക് ആ ഒരു ഫീൽ എത്തിയിട്ടുണ്ട്. വാടിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് മസാല ഞാൻ നീങ്ങി കൊടുക്കാം. മസാല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വരാം? ഉപ്പ് വേണം, നമ്മൾ ഉപ്പിടുന്നുണ്ട്. പിന്നെ അല്പം മഞ്ഞപ്പൊടി, മുളക് പൊടി. എനിക്ക് സ്പൈസി ആണല്ലേ? ലൈറ്റ് സ്പൈസി ആണല്ലേ? ഒരു ലൈറ്റ് സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. മല്ലിപ്പൊടി, ഗരം മസാല, കറുത്ത സോയാണ് ലാസ്റ്റ് സോയ ലാസ്റ്റാണല്ലേ? സോയ സോസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റായി ആഡ് ചെയ്യുന്നത്. ഇത്രയും അതായത് നമ്മുടെ ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ എന്താണ് ഗരം മസാല പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ കുറച്ച് തക്കാളി പേസ്റ്റ് അല്ലേ? പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യണം. അതിലൊരു സ്പൂണ് സോയ സോസ് എല്ലാ സ്പൂണും കൂടി ഞാൻ കൈ പിടിച്ചേക്കാം. സ്വല്പം സോയ സോസ് എടുക്കുക. നമ്മൾ സാധാരണ ബീഫ് ഉണ്ടാക്കുന്ന അത്ര എളുപ്പമല്ല, കുറച്ച് സംഭവങ്ങളുണ്ട് അല്ലേ? ബീഫ് ആഡ് ചെയ്യണം അല്ലേ? ഇത് ബീഫ് എന്ത് ചെയ്ത് വെച്ചേക്കാം നമ്മൾ? ഇത് ബീഫ് നമ്മൾ മസാലയൊക്കെ ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കാം. മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ആദ്യമേ ബോയിൽ ചെയ്ത് വെച്ച ബീഫാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കണേ. ഇനി കുറച്ചുകൂടി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വെക്കുക. ശരിക്കും നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഇല്ലേ, അതേപോലെ ശരിക്കും നല്ല കറുത്ത് ആ ഒരു ഇതായി. അതിനകത്ത് നമ്മൾ ചതച്ച മുളക് കുറച്ചത്, ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചതച്ചത്, മല്ലി ചതച്ചതല്ലേ? ഓ, മല്ലി ചതച്ചത് അതാണ് സ്പെഷ്യാലിറ്റി. അങ്ങനെയൊന്നും ഇത് ഇടാറില്ല. അതാണ് എൻ്റെ വെറൈറ്റി ആണ്. നമ്മുടെ എന്താ പറയുക, വറ്റൽമുളക് ചതച്ചതും മല്ലി ചതച്ചതും കൂടെയാണ് പിന്നെ ആഡ് ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മൾ ബീഫ് ഫ്രൈയിൽ അങ്ങനെയൊന്നും ആഡ് ചെയ്യാറില്ല. നന്നായിട്ട് ഡ്രൈ ആക്കണം. ശരിക്കും നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കണിട്ട് ഒട്ടും വെറ്റ്നെസ് പാടില്ല. നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിക്കണം അല്ലേ? ബീഫ് നമ്മൾ വേവിച്ച ബീഫിൻ്റെ സ്റ്റോക്ക് കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തോട്ട്. അതിന് ശരിക്കും ഇത് ഒഴിക്കുന്ന നമ്മൾ അത് ഇച്ചിരി ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടി ബീഫിൻ്റെ ടേസ്റ്റും കൂടി ഇൻക്രീസ് ചെയ്യും. ശരിക്കും അറിയാമല്ലോ, ഈ ബീഫിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല ഓയിലിയും നല്ല ഫാറ്റി ആയിട്ടുള്ള സംഭവമാണ്. അത് ഒഴിച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. ബീഫ് ഫ്രൈ റെഡിയാണ്. ഞാൻ വിചാരിച്ചു വയനാട് ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനിയും സമയം എടുക്കും. ബീഫ് ഫ്രൈ റെഡി ആയി. ഇനിയിപ്പോൾ എന്തായാലും മാറ്റി വെച്ച് നമുക്ക് അടുത്ത ഡിഷ് തുടങ്ങാം. അലാക്കാട്ടടിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത്ര സ്പീഡ് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഈ ഒരു സ്പീഡിൽ തന്നെ കൊടുക്കണം. അലാക്കാട്ട ഓർഡർ തന്നെ അനുസരിച്ച് അപ്പം തന്നെ ഉണ്ടായി കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു സ്പീഡിൽ പെട്ടെന്ന് തീർക്കും. അപ്പോൾ അടുത്ത നമ്മുടെ ഡിഷ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ കപ്പ കൂന്തലിൽ നിറച്ചാണ്. ഇത് കപ്പ മാത്രമല്ല, കപ്പ കൂന്തലിൽ നിറച്ച വേറൊരു വെറൈറ്റി ഡിഷ്. നമുക്ക് എന്തെങ്കിലും വൈകിക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാ വൈകിക്കണല്ലേ? മാറ്റി വയ്ക്കാം.